ഹലോ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി മാറ്റി നിൽക്കുക കേട്ടോ. പ്രതീക്ഷയായിട്ട് അവിടെ ഇല്ല, പിന്നെ കല്ലിന് 2 ദിവസം ലീവും കൂടിയാണല്ലോ. അപ്പോൾ ഓളെയും കൂട്ടി വീട്ടിൽ പോകാമെന്ന് കരുതിയിട്ട് നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം എങ്ങനെ പോകുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ സ്പിന്നിങ് മില്ലിലേക്ക് നടക്കാമെന്ന് കരുതിയിട്ടോ. ആ തീരുമാനം തെറ്റിയെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. വണ്ടി കയറുന്നില്ല കേട്ടോ. പഴയ പോലെ ഒന്നുമില്ല, ഇപ്പോൾ സത്യമായി നടക്കാനൊന്നും വയ്യ. പിന്നെ കല്ലൂനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കാത്തിക്കുകയാണ്. പിന്നെ ബസ് കയറിയതും ഇവിടെ എത്തിയതൊക്കെ ഒരു കഥയാണ് കേട്ടോ. കാരണം ഒരു പറക്കണ ബസ് നേരിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിന് പോരാമെന്ന് കരുതിയിട്ട്. അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ പോന്നാൽ മതി. അതിന് ഇവിടുന്ന് നല്ല ചീത്തയൊക്കെ കേട്ടിട്ടോ ബസ്സിന്, തിരക്കുള്ള ബസ്സിലൊക്കെ ഇങ്ങനെ ഈ സമയത്ത് പോകുന്നതിനൊക്കെ. പിന്നെ എങ്ങനെയോ സേഫായിട്ട് ഇവിടെ എത്തി രണ്ടാളും. വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ആനനെ തിന്നാനുള്ള വിശപ്പുണ്ട്. അപ്പം അമ്മ ചായ ആകുമ്പോഴേക്കും ഈ സവർജിൽ കട്ട് ചെയ്ത് കഴിച്ചോ പറഞ്ഞിട്ട് അതെടുത്തെന്ന്. ഞാനത് വേഗം കട്ട് ചെയ്ത് കഴിച്ചിട്ട് കല്ലൂനും കൂടി വേണമെന്ന് ഞാൻ ചോദിക്കലേക്ക് അത്രയ്ക്കും വിശക്കുക. പിന്നെ കല്ലുവിൻ്റെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളട്ടെ. ഇനി 2 ദിവസത്തേക്ക് ഓളെ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അമ്മ അത് നല്ല വെള്ളച്ചായ ഉണ്ടാക്കി തന്നേ. പിന്നെ ഒരു പഴം കൂടി എടുത്ത് തന്നിട്ടോ. ഞാനതും വേഗം മുറിച്ചിങ്ങാണ്ട് കഴിക്കാൻ തുടങ്ങി. കല്ലുവിനൊരു കഷ്ണം കൊടുത്തു, പക്ഷെ ഓള് കഴിക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനത് കഴിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട്, ഞാൻ അത് നുറു എന്നൊക്കെയാണ് പറയട്ടോ. അതുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചു. പിന്നെ അമ്മ കോഴിമുട്ട പുഴുങ്ങി തന്നിട്ട്. ഇവിടെ വന്നാൽ ഒരു മുട്ടില്ലാത്ത സാധനമാണ് ഈ നാടൻ കോഴിമുട്ട. അപ്പോൾ അത് ഈ ഹാഫ് വേവിലാട്ടൊക്കെ ഇഷ്ടം. അപ്പോൾ അതും കൂടി എടുത്ത് കഴിച്ചു. ഇതൊക്കെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ വെള്ളച്ചായയും കൂടി കുടിച്ചിട്ടോ. അപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ആശ്വാസമായത്. അങ്ങനെ പിന്നെ ഞാനിതാ പുറത്തേക്കൊക്കെ നോക്കി. ഇനി മേമന്മാരൊക്കെ വന്നിട്ടാണ് അടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി 2 ദിവസം എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാവും. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.